നമ്മൾ അന്ന് പള്ളിയിൽ പോയതിൻ്റെ പിറ്റെന്നുള്ള വീഡിയോ ആണ്. കന്യാകുമാരിയിലോട്ടാണ് യാത്ര പോകുന്നത്. ആത്തങ്കര പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ കന്യാകുമാരിയിലോട്ട് പോകാൻ. അപ്പം എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, കന്യാകുമാരിയിലും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ബസ്സിലാണ് പോയത്. ബസ്സിലിരുന്നപ്പോൾ അത്യാവശ്യം നല്ല സീനറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ തെങ്ങും മരങ്ങളും ഒക്കെ നിൽക്കുന്ന നല്ലൊരു സ്ഥലമായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനറി ഇതായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഒരു വലിയൊരു പുഴയാണ്. അടിപൊളിയായിരുന്നു കാണാൻ. കുറേ നേരം ബസ്സിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറേ സമയം ഇരുന്നപ്പോൾ ഏകദേശം എത്രയാ 2-2.5 മണിക്കൂർ ഇരുന്നപ്പോഴത്തേന് നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ കയറുമ്പോഴുള്ള കാഴ്ച ഇതാണ്. അതിനുശേഷം 2 സൈഡിലും ചെറിയ ചെറിയ കടകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു ഷോപ്പ് നിറയെ മറ്റേ നമ്മുടെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ ടോയ്സ് ഉള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസ് ഉള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. ബാഗ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ള ഷോപ്പുകളുണ്ടായിരുന്നു. അത് മാത്രമല്ല ഫുഡ് ഐറ്റംസ് ഉള്ള ഷോപ്പുകളും ഉണ്ടായിരുന്നു. കന്യാകുമാരി ഞാനിതാ അകത്തോട്ട് കയറിയില്ല. ഭയങ്കര വെയിലായിരുന്നു. വെയിൽ കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ കന്യാകുമാരിയിൽ വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഭയങ്കര നമ്മൾ ഉച്ച സമയത്ത് ഏകദേശം 11-11:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അത് കാരണം ഭയങ്കര വെയിലായിരുന്നു. ഇങ്ങനെ നമുക്ക് ബാഗും ലഗേജും ഒക്കെ തൂക്കിയിട്ട് ഇങ്ങനെ നടക്കാനും ഈ വെയിലത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഒരാൾ ചെരുപ്പ് പോയത് കാരണം ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെ ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഉണ്ടായിരുന്ന അതേപോലത്തെ ചെരുപ്പ് തന്നെ നോക്കി. പക്ഷേ ഇത്തിരി ടൈറ്റായിരുന്നു. ചെരുപ്പ് കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് ടൈറ്റ് ആയത് കാരണം അങ്ങോട്ട് ഇട്ടാലും കാലൊക്കെ തിരിച്ചു ഇടുന്നത് അത് ഇപ്പോഴും ഉള്ള ശീലമാണ്, കൊച്ചിലേ ഉള്ള ശീലമാണ്. അത് ഇതുവരെ മാറിയിട്ടില്ല. എന്നിട്ട് അപ്പോൾ ഒരു ടൈറ്റ് ആയത് കാരണം വാങ്ങിയാലും ചിലപ്പോൾ ഇടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പിന്നെ വേറെ കടയിലും കൂടി നോക്കാമെന്ന് വിചാരിച്ച്. അടുത്തത് എന്തായാലും കടൽ കാണണമല്ലോ. അപ്പോൾ പിന്നെ കടൽ കാണാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ടൊക്കെ പോയെന്ന് നിന്നു. പക്ഷേ നിൽക്കാൻ പറ്റാത്ത അത്ര ചൂടാണ്, ഭയങ്കര ചൂടും വെയിലും. അതിനിടയ്ക്ക് കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ചേച്ചിമാരും കുട്ടികളും. അതിൽ വലിയൊരു ട്രാജഡി ഉണ്ടായി. അതിലൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു റെഡ് കളർ ഡ്രസ്സ് ഇട്ടേക്കുന്ന ആ കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടി വലിയൊരു ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് തിര വന്നടിച്ചപ്പോൾ അതിങ്ങനെ ബാക്കിലോട്ടായി. അതിൻ്റെ നെഞ്ചൊക്കെ ഫുള്ളിങ്ങനെ മുറിഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടൊക്കെ ഇങ്ങനെ വരുന്നത്, ഒറ്റയ്ക്കല്ല നമ്മളെ കൂടെയാണെങ്കിൽ ഇത്രയും തിരയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പിടിച്ചാൽ നിൽക്കാണ്ട് വരും. അവിടെ ബാക്കിലുണ്ടായിരുന്ന ആ ഒരു പാറക്കല്ലിൽ കയറി അതിൻ്റെ നെഞ്ചൊക്കെ ഇടിച്ച് ഭയങ്കര കഷ്ടം, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് വിവേകാനന്ദ പാറ. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് പോകാനുള്ള ബോട്ട് സർവീസ് ഉണ്ട്. അപ്പം അതിൽ കയറിയിട്ട് വേണം നമ്മൾ വിവേകാനന്ദ പാറയിൽ പോകാം. എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ട് വിവേകാനന്ദ പാറയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോകുമ്പോൾ തന്നെ ഓരോരോ ബോട്ടുകളായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബോട്ട് സർവീസിന് പോകാൻ വേണ്ടിയിട്ടും ഭയങ്കര, അതായത് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കാരണം നമുക്കിങ്ങനെ ഭയങ്കര വെയിലും പിന്നെ ലഗേജൊന്നും ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു മടുപ്പുണ്ടായിരുന്നു അങ്ങോട്ട്. എന്നാലും നമുക്ക് ബോട്ട് സർവീസിന് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും മിച്ചുവിന് പിന്നെ കരിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മിച്ചുവിന് പിന്നെ കരിക്ക് വാങ്ങിക്കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ആ ബോട്ട് സർവീസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നോക്കിയപ്പോൾ എൻ്റെ പൊന്നേ ഒടുക്കത്തെ തിരക്ക്. അതായത് നമുക്ക് ഇന്നും നാളെ ഒന്നും വരാൻ പറ്റത്തില്ല, അത്ര തിരക്ക്. അതായത് 300 രൂപ കൊടുത്ത് കയറുന്നതിലും തിരക്ക്, 100 രൂപ കൊടുത്ത് കയറുന്നതിലും തിരക്ക്. അത് കാരണം പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. അതായത് അവിടെ നിന്ന് അങ്ങ് പുഴുക്കും, അത് കാരണം പോയില്ല. പിന്നെ നമ്മൾ കുറച്ച് മിഠായി സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലിപ്പും പിള്ളേർക്കൊക്കെ നമ്മളിപ്പോൾ എന്തായാലും വന്നതല്ലേ, അത് കാരണം പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ മിച്ചുവിന് ഈ ഒരു സാധനം, ആ ഒരു കാറ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അത് ഞാൻ വാങ്ങിക്കൊടുത്തില്ല. അങ്ങനെ ആ ഒരു കാറിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, അത് കാരണം അത് വാങ്ങിക്കൊടുത്തില്ല. പിന്നെ മിച്ചുവിന് നമ്മൾ നേരത്തെ നോക്കിയ ആ ഒരു ചെരുപ്പ് കട ഉണ്ടല്ലോ, അവിടെ തന്നെ വന്നിട്ട് നമ്മൾ ആദ്യം നോക്കിയ ഒരു ചെരുപ്പും എടുത്തു. ആദ്യം നോക്കി ആ ടൈറ്റുള്ള ചെരുപ്പല്ല, വേറൊരു ചെരുപ്പും എടുത്തു. തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു ചെരുപ്പ് എടുത്തു. പിന്നെ ഇങ്ങനെ ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ അവ ഹാപ്പി. പിന്നെ നമ്മൾ അതിൻ്റെ നേരെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ കയറി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ചോറ് കഴിക്കാൻ കയറിയപ്പോൾ ഈ ഒരു ബേബി ഉണ്ടല്ലോ മിച്ചുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് മിച്ചുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബൈക്കിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ അവൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ചോറൊക്കെ കഴിച്ചു. ഒട്ടും
കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മാമാക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ബസ് കാത്ത് നിൽക്കുകയാണ്. അതായത് ബസ്സിലല്ലേ ഇനി തിരിച്ച് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കും വെയിലും, അതായത് ഭയങ്കരമായിട്ട് അങ്ങ് ടയർഡായി. അത് പിന്നെ ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മാമാടുത്ത് പറഞ്ഞു എന്തായാലും നമുക്ക് ട്രെയിൻ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വരാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ കറക്റ്റ് ആ ഒരു ടൈമിൽ എന്തോ ഒരു ലക്കിന് ആ ഒരു ടൈമിൽ 3:10 ട്രെയിൻ കിട്ടി. നമ്മൾ അപ്പം ചെന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ എടുക്കുകയും ചെയ്തു. അത്രയ്ക്ക് ലക്കിന് കിട്ടി. ഭാഗ്യത്തിന് എന്തായാലും ട്രെയിനിൽ കയറി നമ്മളതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും കാണാനൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഇവിടെയൊക്കെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. അത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുതിലേക്ക് എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ പാടങ്ങളൊക്കെ. എന്തായാലും ഇപ്പോൾ വീണ്ടും കാണാൻ സാധിച്ചു. അപ്പം എന്നാൽ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.